ഹായ് മക്കളെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ? നമ്മളെ കയ്യിൽ കുറച്ച് കൂന്തൽ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ നല്ല ടേസ്റ്റായിട്ട് കറി വെക്കുന്നതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഒരു 1/4 കിലോ കൂന്തലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതായത് നമ്മളെ തേങ്ങാൻ്റെ എണ്ണ. അത് ചൂടാകുമ്പോൾ കുറച്ച് കടു പൊട്ടിക്കണം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിച്ചപ്പലിട്ട് മൂത്ത് വന്നിട്ടാകുമ്പോൾ വലിയ ഒരു സവാള, അതായത് നമ്മളെ നീരുള്ളി, അത് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് എടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളകും ഞാൻ നല്ല പോലെ വഴറ്റിയിട്ട് തന്നെ എടുത്തിന്. പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ത്, ഒരു ചെറിയ തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും നല്ല പാങ്ങല മൂപ്പിച്ചിട്ട് എടുക്കണം. തക്കാളിയും ഉള്ളിയും പച്ചമുളകും നല്ല വെന്തിട്ട് സോഫ്റ്റായിട്ട് വരണം. അത്രയും വരെ നല്ലപോലെ നമുക്ക് വഴറ്റിയിട്ട് എടുക്കാം. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ഇട്ട് കൊടുത്ത് വഴറ്റിയിട്ടെടുത്ത് പൊടി ചേർക്കുന്ന സമയം ഞാൻ നല്ലോണം തീ ചെറുതാക്കിയിട്ടുണ്ടായിന്. ചെറുതാക്കിയ പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഏറ്റവും കുറച്ചെല്ലാം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് കൂന്തലും പിന്നെ തലിൻ്റെ ഭാഗമെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂട്ടി ഒരു 1/4 കപ്പ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല പാങ്ങൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ല വഴറ്റിയിട്ട് എടുക്കണം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. നല്ല വേവിച്ചിട്ട് എടുക്കണം. കറക്റ്റ് 7 മിനിറ്റ്, അധികം സമയമായിപ്പോണ്ട. മീഡിയം ടു ലോ ഫ്ലെയിമിൽ 7 മിനിറ്റ്. അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കിക്കൊള്ളണം. ഇത് വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വേവും കറക്റ്റായിട്ട്. നിങ്ങൾക്ക് അടിക്കൊന്ന് പിടിച്ചോണ്ട്. ഇപ്പം ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തെങ്കിൽ നല്ലത്. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് 1 മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെയും പാതിയാണ് ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തത്. തേങ്ങ കൂടുതലായിപ്പോയെങ്കിൽ ഈ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങ ഇട്ട് കൊടുത്തെങ്കിൽ പിന്നെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ മല്ലിച്ചപ്പലെല്ലാം ഇട്ടിട്ട് ഉണക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല റെഡിയായി. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കൂന്തൽ മസാല തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം. എൻ്റെ എല്ലാ ചങ്ങായിമാരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങളെ ചങ്ങായിമാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് കൊടുക്കണം. ഇതിൻ്റെ മസാലയൊക്കെ തന്നെ ഭയങ്കര ടേസ്റ്റ് മക്കൾ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്ക്. ജസാക്കല്ലാഹ് ഖൈർ. വീണ്ടും കാണാം.